ഇത് ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രമല്ല, ഇത് അന്താരാഷ്ട്ര മാനങ്ങളുള്ള വലിയ ഒരു തട്ടിപ്പ്. ബഹുമാനപ്പെട്ട കോടതി തന്നെ നൊട്ടോറിയസ് ആന്റിക് സ്മഗ്ലറായ സുഭാഷ് കപൂറിന് ഇതുമായി ബന്ധമുണ്ടെന്ന് പറയുന്നു. സുഭാഷ് കപൂർ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ആന്റിക്സ് കച്ചവടം നടത്തുന്ന ഒരു സ്മഗ്ലിംഗാണ്, കച്ചവടം സ്മഗിൾ ചെയ്യുന്ന ആളാണ്. അപ്പം സുഭാഷ് കപൂറുമായി ഇതിന് ബന്ധമുണ്ട്. ഗോവർദ്ധൻ എന്ന കേരളത്തിന് പുറത്തുള്ള ജ്വല്ലറി ഉടമയുമായി ഇതിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് SIT ഒരു കത്ത് കൊടുക്കാം. SIT എന്റെ കത്തിൽ പ്രധാനമായി പറയാനുള്ളത്, ഈ മോഷ്ടിച്ച സ്വർണം ആന്റിക്സ് ആയി അന്തർദേശീയ മാർക്കറ്റിൽ വിറ്റു എന്നുള്ളതിന്റെ ചില അറിവുകൾ എന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യിൽ തെളിവുകളില്ല, പക്ഷെ എന്നോട് പറഞ്ഞ ആള് പറയുന്നത് അത് വിശ്വാസയോഗ്യമാണെങ്കിൽ 500 കോടിയിലധികം രൂപയുടെ ഒരു വലിയ അഴിമതിയാണ് ഇതിലൂടെ നടന്നത്. SITക്ക് ഞാൻ കത്ത് കൊടുക്കുന്നതിന്റെ കത്ത് കൊടുക്കുന്നതിന്റെ കാരണം ഇത് ഈ പറയുന്ന കാര്യത്തെ പറ്റി വിശദമായ ഒരു അന്വേഷണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ അന്താരാഷ്ട്ര ആന്റിക് സ്മഗ്ലറായിട്ടുള്ള സുഭാഷ് കപൂറിന്റെ ബന്ധത്തെ പറ്റി ചോദിച്ചതും എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ തമ്മിൽ ഏകദേശം പൊരുത്തപ്പെട്ടു പോകുന്നതാണ്. അത് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ഇവിടെ അടിച്ചു മാറ്റിയ ഈ സ്വർണം ആന്റിക്സ് ആയി അന്തർദേശീയ മാർക്കറ്റിൽ വിറ്റാൽ 500 കോടി രൂപയിലധികം അത് കിട്ടും. അപ്പം ഇതിനകത്ത് ഉന്നതന്മാരായ ആളുകൾ ഇന്ന് കോടതി ഇന്നലെ ചോദിച്ചു, ഒരു ഉണ്ണികൃഷ്ണ പോറ്റി മാത്രം വിചാരിച്ചാൽ ഇത് ശബരിമലയിൽ അടിച്ചു മാറ്റാൻ കഴിയുമോ? കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന്റെ പിന്നിൽ വൻ ശക്തികളുണ്ട്, വൻ സ്രാവുകളുണ്ട്. അത് കണ്ടെത്താൻ ഇന്നലെ കോടതി തന്നെ പറഞ്ഞ് അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനിടയിലാണ് ഞാൻ ഈ കത്ത് കൊടുക്കുന്നത്. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ കയ്യിൽ ലഭിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ഞാനത് SITയുടെ മുമ്പിൽ ഇന്ന് കൊടുക്കുകയാണ്. SIT അത് അന്വേഷിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അപ്പോൾ ഇത് വെറും ഒരു സ്വർണ്ണക്കൊള്ള മാത്രമല്ല, അതിനപ്പുറം അന്തർദേശീയ ഇന്റർനാഷണൽ റാമിഫിക്കേഷൻസ് ഉള്ള ഒരു വലിയ ആന്റിക് സ്മഗ്ലിംഗ് കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കും. പക്ഷെ എന്റെ കയ്യിൽ പൂർണ്ണമായ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് ഞാനത് കോടതി SITയുടെ മുമ്പിൽ കൊടുക്കുകയാണ്. ശരി, അന്വേഷിക്കണം. എനിക്ക് വിവരം തന്ന ആള് SITയോട് പറയാൻ തയ്യാറാണ്. അതിന്റെ പേര് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയരുതെന്നാണ് എന്നോട്. SIT ചോദിച്ചാൽ അദ്ദേഹം പറയും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് SITയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഇതിന് ഉള്ള ഇന്റർനാഷണൽ ആയിട്ടുള്ള ആന്റിക്സ് സ്മഗ്ലിംഗുമായി ഇതിന് ബന്ധമുണ്ട് എന്ന വിവരം എനിക്ക് ലഭിച്ചിരിക്കുന്നു. തെളിവുകളില്ലാത്തതുകൊണ്ട് ഞാനത് പത്രമാധ്യമങ്ങളോട് പറയുന്നില്ല. പക്ഷെ എന്നോട് പറഞ്ഞ ആള് ഈ വസ്തുതകൾ SITയോട് പറയാൻ തയ്യാറാണ്. ഇത് കേരളം കണ്ട ഏറ്റവും വലിയ ആന്റിക്സ് സ്മഗ്ലിംഗ് ആണ്. ആന്റിക്സ് പുരാവസ്തുക്കൾക്ക് അന്തർദേശീയ മാർക്കറ്റിൽ വലിയ തോതിലുള്ള സാമ്പത്തിക മൂല്യമുള്ളതാണ്. ആ മൂല്യം കണക്കാക്കാൻ കഴിയാത്തതാണ് പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ വലിയ മാഫിയകൾ പ്രവർത്തിക്കുകയാണ്. അന്തർദേശീയ തലത്തിലുള്ള മാഫിയകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. സുഭാഷ് കപൂറിനെ പോലുള്ള ആളുകളുണ്ടോ എന്ന് കോടതി ചോദിക്കുമ്പോൾ ശരിയാണ് എന്ന് ഇപ്പോൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് SITയുടെ അന്വേഷണം ആ നിലയിലൂടെ മുന്നോട്ട് പോകണം. എന്നാൽ വൻ സ്രാവുകൾ പിടിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ധാരാളം പുതിയ വസ്തുതകൾ വെളിച്ചത്ത് വരും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.